ഹലോ ഹായ് എല്ലാവർക്കും അമ്മൂസ് ഓൾ ഇൻ വൺ എന്നെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് എന്താ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. രാവിലെ തന്നെ എഴുന്നേറ്റ് കണ്ണൊക്കെ തിരുമ്മിക്കൊണ്ട് വരുവാണ്. കണ്ണൊന്നും തെളിഞ്ഞു വരുന്നില്ല. അങ്ങനെ രാവിലെ അമ്മ നോക്കിയപ്പോഴത്തേക്കിന്നത്തെ വീഡിയോ ഓണാണോ അമ്മ അറിഞ്ഞിരുന്നില്ല. അമ്മ രസവും തോരനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യം എഴുന്നേറ്റ് വന്ന് കൈയൊക്കെ പൊക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഈ വീഡിയോ ഓണാണ്. അങ്ങനെ അപ്പോഴത്തേക്കും അവർ ഓടിക്കഴിഞ്ഞു. അപ്പോഴത്തേക്കും പിന്നെ കടലക്കറിയും ദോശക്കുള്ളതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പപ്പ വന്നു. പപ്പഴയ്ക്ക് തലേന്ന് കണ്ണിന് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഞങ്ങൾ സംസാരിച്ചു. പിന്നെ വാവാസ് ഉണർന്ന് വരുവാണ്. കുഞ്ഞൂസ് ഉണർന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ എടുത്തുകൊണ്ട് നടക്കണം. അങ്ങനെ കുറച്ച് നേരം എടുത്ത് നടക്കണം. പിന്നെ അത് കഴിയുമ്പോൾ മാറും. പിന്നെ ഞങ്ങൾ രാവിലത്തെ കുറച്ച് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലാവരും ഇങ്ങനെ പാപ്പ ടേബിളിൽ ഇരുന്ന് കഴിക്കത്തില്ല, ഞങ്ങളോട് ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് കഴിക്കും. അത് രസമാണ്. രാവിലെ ഇങ്ങനെ വാവയ്ക്കൊക്കെ ചിരിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ആ ടൈമിൽ പിന്നെ മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മീൻ അമ്മ വാങ്ങിക്കാൻ പോയി. പിന്നെ കൂടെ ഞാനൂടെ പോയി. എന്ത് മീനാണെന്ന് അറിയത്തില്ല, കണവയോ കൊഞ്ചോ വല്ലതും ഉണ്ടെങ്കിലോ അങ്ങനെ അത് വാങ്ങിക്കമ്മ എന്ന് പറയാമല്ലോ. അങ്ങനെ പിന്നെ പപ്പായ്ക്കും അമ്മ ചോറിട്ട് വെക്കുന്നുണ്ട്. പപ്പായ്ക്കും അമ്മയുടെ സ്പെഷ്യൽ ഡ്രസ്സാണ് കേട്ടോ, അതിന് റെസിപ്പി ഇടുന്നുണ്ട്. അങ്ങനെ പപ്പായ്ക്ക് മീൻകറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചോറൊക്കെ പൊതിഞ്ഞു. പപ്പയും അമ്മയും കൂടെ പോയിട്ടുണ്ട്. പിന്നീട് അല്ലൂസിന് വേണ്ടിയിട്ട് എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കേണ്ടതെന്ന് കരുതിയപ്പോഴത്തേക്കും പൊട്ടറ്റോ റൈസ് ഉണ്ടാക്കാമെന്ന് ആദ്യം കരുതി. പിന്നീട് രസം ഉണ്ടായതുകൊണ്ട് അല്ലൂസ് കഴിച്ചോളും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊട്ടറ്റോ ഫ്രൈ ചെയ്യാൻ കരുതി. അങ്ങനെ അല്ലു വന്നിട്ട് പറഞ്ഞു, അമ്മ നമുക്ക് നീളത്തിലരിഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് സാധാരണ സ്ക്വയറായിട്ടാണ് അരിയുന്നത്. പിന്നെ അല്ലൂസിനെ കുളിപ്പിച്ചുകൊണ്ട് വന്ന് തലയൊക്കെ ചോർത്തി കൊടുത്തു. പിന്നീട് അല്ലൂസിന് ഫുഡൊക്കെ കൊടുത്തു. ആരൂസിനും ആ ടൈമിലേക്ക് കൊടുക്കുന്നുണ്ട്. ആരൂസ് ഇതേ കരച്ചിൽ ഞാനാണ് എപ്പോഴും ഫുഡ് കാണുമ്പോഴേ ഒരു കരച്ചിലാണ് കേട്ടോ. പിന്നെ അല്ലൂസിന് ചോറൊക്കെ ഇട്ട് വെക്കുവാണ്. അല്ലൂസിന് 2 നെല്ലിക്ക വെക്കുന്നുണ്ട്. എനിക്കും എൻ്റെ ഫ്രണ്ടിനുമാണ് അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അല്ലൂസിന് ഇഷ്ടപ്പെട്ട രസമൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നീട് ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് കരുതി. അങ്ങനെ പിന്നെ അല്ലൂസിനെ ഒരുക്കി. അല്ലൂസിന് യൂണിഫോമൊക്കെ ഇടാൻ ഹെൽപ്പ് ചെയ്തു. മുടിയൊക്കെ കെട്ടിക്കൊടുത്തു. അങ്ങനെ പോകാനുള്ള ഉമ്മവെപ്പും കാര്യങ്ങളൊക്കെയാണ്. ആലൂസ് നക്കി കൊടുത്തു. പിന്നെ അല്ലൂസ് തുടച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആദ്യക്ക് ഡേ ആയതുകൊണ്ട് തന്നെ അപ്പോൾ അവൾ രാവിലെ ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അല്ലൂസിനെ ആദ്യം കൊണ്ടുപോകുന്നുണ്ട്. അല്ലൂസിന് ടാറ്റ കൊടുത്തപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അങ്ങനെ ആരൂസും എൻ്റെ ലോകമാണെന്ന് നിങ്ങൾ കരുതും. അല്ല, ഇവിടെ വേറൊരാളുണ്ട്. ഞങ്ങളുടെ അമ്മുമ്മയാണ്, അമ്മയുടെ അമ്മ. സ്ട്രോക്ക് വന്നതാണ്. നടക്കത്തൊന്നുമില്ല കേട്ടോ. വാക്കർക്ക് ഇരിപ്പുണ്ട്. നടക്കാൻ ശ്രമിക്കും ചില ടൈമിൽ, പക്ഷെ നടക്കത്തില്ല. അങ്ങനെ കുഞ്ഞൂസും ഞാനും പിന്നെ കുഞ്ഞൂസിന് എല്ലാവരും പോയി കഴിയുമ്പോൾ പിന്നെ നിർബന്ധമാണ്. പിന്നെ കുഞ്ഞൂസിനെ ഉറക്കാനുള്ള രീതിയാണ്. പിന്നെ ആ ടൈമിൽ കുഞ്ഞൂസ് ഉറങ്ങുന്ന ടൈമിൽ ഞാൻ പോയി കുഞ്ഞൂസിന് കുറുക്കുണ്ടാക്കി. കൂരവിൻ്റെ കുറുക്കാണ് ഉണ്ടാക്കുന്നത്. 2-3 വട്ടം ഞാനിത് ഉണക്കിയൊക്കെ വെച്ചിട്ടുള്ള കുരവാണ്. പൊടിച്ചിട്ട് ഞാൻ 2-3 വട്ടം വെള്ളത്തിലൊക്കെ കലക്കി കുറച്ച് പനകൾക്കണ്ടൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുക്കള ഫുള്ള് വെസ്ഡപ്പാണ്. അങ്ങനെ പിന്നെ ക്ലീൻ ചെയ്യാൻ കരുതി. അപ്പോഴത്തേക്ക് കുഞ്ഞൂസ് ഉണർന്ന് കളിക്കുന്നുണ്ട്. ആ ടൈം ഗ്യാപ്പിൽ ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കിയെല്ലാം കിച്ചണെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുഞ്ഞൂസിനെ കുറുക്ക് കൊടുക്കുന്ന അടുത്ത ബഹളമാണ്. കുറുക്ക് കൊടുത്തു. പിന്നെ ഞങ്ങൾ കുളിക്കാൻ പോവുകയാണ്. കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം സുന്ദരിക്കുട്ടിയായിട്ട് കുറച്ച് നേരം കളിക്കണം. അങ്ങനെ കുർത്തക്കേടും കാര്യങ്ങളുമായിട്ടൊക്കെ നിൽക്കുവാണ്. ആ ടൈമിൽ പിന്നെ ഉച്ചത്തേക്ക് കുഞ്ഞൂസിന് കുറച്ച് പൊട്ടറ്റോ ഫ്രൈ ചെയ്യാൻ കരുതി. കുഞ്ഞൂസിന് മറ്റേത് അല്ലൂസിന് ഉണ്ടാക്കിയത് എരിവുള്ളതാണ്. പിന്നെ കുഞ്ഞൂസിൻ്റെ പാത്രങ്ങളെല്ലാം സ്റ്റെറിലൈസ് ചെയ്തു. അങ്ങനെ ആദ്യം തന്നെ അമ്മൂമ്മയ്ക്ക് ചോറ് ഒക്കെ കൊടുക്കുകയാണ്. ചോറ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അമ്മൂമ്മ ഉറക്കമായിരുന്നു. പിന്നീട് എടുത്ത് കഴിച്ചോളും. പിന്നീട് എന്താ, ഞാനും ആരൂസും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഞാനല്ല, ആരൂസിന് കൊടുക്കുവാണ് ഫുഡെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴേ ടേബിളൊക്കെ കണ്ടല്ലോ, കല്യാണ ഫോട്ടോ വരെ തറയിട്ടിട്ടുണ്ട്. പിന്നെ ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഉറങ്ങും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് കുറച്ച് നേരം ഇന്ന് കളിപ്പിക്കുന്നു. ഉറങ്ങി കഴിഞ്ഞിട്ട് വേണം എനിക്ക് വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്യാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് ഉറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനും ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ചേട്ടൻ്റെ മോള് താഴെയുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ മോളുമായിട്ട് ജനലിൽ കൂടെ കാര്യം പറഞ്ഞുകൊണ്ട് അവിടെ ഭയങ്കര കമ്മ്യൂണിക്കേഷൻ ജനലിൽ കൂടെ ആണ്. അപ്പം ജനലിൽ ഇരുന്ന് നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോഴേ താഴത്തെ വീട് ഒരു ലെയറായിട്ടാണ് വീടിൻ്റെ ആ ഒരു ലാൻഡ്സ്കേപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സെക്കൻഡ് ഫ്ലോറായിട്ട് ഫീൽ ചെയ്യും. 3-3:30 ആയപ്പോഴത്തേക്കും ഞാൻ പിന്നെ അലൂസിനെ വിളിക്കാൻ പോയി. അലൂസിനെ വിളിച്ചിട്ട് വന്നപ്പോഴത്തേക്കും കടയിൽ കുറച്ച് ഒരു ബുക്കും കൂടി വേണമായിരുന്നു എക്സ്ട്രാ. അപ്പോൾ അത് മേടിക്കാൻ പോയി. കുറച്ച് സ്റ്റിക്കറൊക്കെ മേടിച്ചു. ആ പോയിട്ട് വന്ന ഗ്യാപ്പിൽ 2 പേർക്കും കഴിഞ്ഞ കുറച്ച് സ്നാക്സ് കൊടുത്തപ്പോഴത്തേക്കും വീണ്ടും കുറച്ച് പാത്രങ്ങളൊക്കെ ആയി. അതെല്ലാം കഴുകി വെച്ചു. അങ്ങനെ ചായയൊക്കെ ഇട്ടു. ഞങ്ങളെല്ലാവരും കഴിച്ചു. അമ്മമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി തന്നെ. അങ്ങനെ 2 പേരല്ല, ഞങ്ങൾ 3 പേരും കൂടെ ഫുഡൊക്കെ കഴിച്ചു. സെറ്റായി. പിന്നെ പെരക്കൊക്കെ ഒന്ന് വൃത്തിയാക്കി തൂത്തു. പിന്നീട് ആരൂസിനുള്ള ഫുഡൊക്കെ റെഡിയാക്കുന്നുണ്ട്. ആ ടൈമിൽ അല്ലൂസും മേലൊക്കെ കഴുകിയിട്ട് വന്നു ട്യൂഷന് പോകാനായിട്ട്. അമ്മ മുടി പിരിച്ച് കെട്ടിത്തരണമെന്ന് പറഞ്ഞ് അങ്ങനെ പിരിച്ച് കെട്ടിയ സമയത്തേക്ക് ഒരാൾ അവിടെ എനിക്ക് പണി തന്നു. പൗഡറെല്ലാം തട്ടിയിട്ടിട്ട് ഇരിക്കുന്നു കുരുത്തക്കേട് കാണിച്ചിട്ട്. അങ്ങനെ അല്ലൂസ് ട്യൂഷന് പോയി. അല്ലൂസ് പോയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുന്നത് ഞാൻ ഇതിലേക്കൂടെ നോക്കിയിട്ടാണ്. എൻ്റെ ചേട്ടൻ്റെ വീട്ടിലാണ് പോയത്. ആ ടൈമിൽ വാവയും അമ്മമ്മയും തമ്മിൽ ഭയങ്കര കാര്യം പറച്ചിലാണ്. ഇവർ 2 പേർക്കും ഒരേ ലാംഗ്വേജ് ആണെന്ന് തോന്നുന്നു. 2 പേർക്കും പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. അങ്ങനെ ഇവർ കുറച്ച് നേരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ആരൂസിന് വീണ്ടും ഞാൻ ആപ്പിൾ ജ്യൂസ് അടിച്ച് കൊണ്ട് കൊടുക്കാൻ വന്നിരിക്കുകയാണ്. പിന്നീട് ഫ്രിഡ്ജിലിരുന്ന് മീനൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചു. അമ്മയ്ക്കൊരു ഹെൽപ്പ് ആവും. അമ്മ ജോലി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എന്തോ കവർ കൊണ്ടുവന്നിട്ടുള്ളത് പച്ചക്കറിയായിരുന്നു. അവിടെ ചമ്മിപ്പോയി. അങ്ങനെ ഞാൻ പിന്നെ ആരൂസിനെ മേലൊക്കെ കഴുകിക്കൊണ്ട് വന്നു. ആരൂസിന് വീണ്ടും സെറ്റായി വന്നിട്ടുണ്ട്.
വാവയെ അമ്മയെ ഏൽപ്പിച്ചിട്ട് ഞാൻ പിന്നെ കുളിച്ചിട്ടൊക്കെ വന്നു. പിന്നെ എന്നും വിളക്ക് വെക്കുന്ന റൂം തുടക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ തുടച്ചൊക്കെ കഴിഞ്ഞു. പിന്നെ വിളക്ക് എന്നും കഴുകി വിളക്ക് കത്തിക്കുന്ന പരിപാടിയാണ്. വിളക്ക് കത്തിച്ച് നമുക്ക് ചൊല്ലി അപ്പോഴത്തേക്കും ഒരാൾ എന്നും വരും കുറിയൊക്കെ ഇടാനായിട്ട്. അങ്ങനെ കുറിയൊക്കെ ഇട്ട് പിന്നെ വൈകുന്നേരം അമ്മയുടെ പരിപാടിയാണ്. അമ്മ മീൻകറി കറികളൊക്കെ വെച്ചു. ആ ടൈമിലേക്കായിരുന്നു പപ്പ വന്നു. ഇന്ന് കൊണ്ടുവന്നത് കപ്പലണ്ടിയായിരുന്നു. മഴയൊക്കെ ആയതുകൊണ്ടാണ്. അങ്ങനെ എല്ലാവരും അതൊക്കെ കഴിച്ചു. പിന്നെ പപ്പായ്ക്ക് 2 ഓംപ്ലേറ്റൊക്കെ അടിച്ചു. ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്തു. എനിക്ക് ചോറൊന്നും ഇഷ്ടമല്ല. അപ്പം ഞാൻ രാത്രി ചോറൊന്നും കഴിക്കത്തില്ല. അപ്പോൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അല്ലൂസ് പറഞ്ഞു അല്ലൂസിന് ഓംപ്ലേറ്റ് വേണമെന്നും കൊണ്ടുപോയിട്ട് അവിടെ ബാക്കി വെച്ചിരുന്ന ഇത്. അപ്പം ഞാൻ തന്നെ അത് കഴിക്കേണ്ടി വന്നു. കുഞ്ഞൂസിന് ഇച്ചിരി പിച്ചി കൊടുത്തിട്ട് ഞാനതങ്ങ് കഴിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഫ്രീ ആയി. രസം ഉണ്ടായിട്ട് അല്ലൂസ് ചോറ് കഴിച്ചു. ആ ടൈമിൽ ഞാൻ വാവയ്ക്കും കൊടുത്തു. വാവ അവിടെ എല്ലാം ഓടി കിടന്ന് എല്ലാവരെയും കടിച്ച് പറിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അല്ലൂസിൻ്റെ കുറച്ച് ബുക്കും കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ കൊണ്ടുവന്ന ബുക്കൊക്കെ പൊതിയിട്ടു. കുറച്ച് സ്റ്റിക്കറൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. കൊണ്ടുപോകാനാണ് ഞാൻ ഒളിപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ സ്ഥിരം നമ്മുടെ പപ്പ വിളിക്കുന്നുണ്ട്. പപ്പ മീൻസ് എൻ്റെ ചേട്ടൻ വിളിക്കും. പിന്നെ പിള്ളേരെയൊക്കെ കാണാനായിട്ട്. അങ്ങനെ അവർ പപ്പായും മോളും ഒക്കെ ആയിട്ട് കുശലാന്വേഷണങ്ങളാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി നൈറ്റ് കിടക്കുന്ന പരിപാടിയാണ്. ആരും ഉറങ്ങത്തില്ല. എല്ലാവരും ഉറങ്ങിയാലും അങ്ങനെ അവിടെ നിന്നാണ് വാവ വാറ്റുന്നുണ്ട് പാലൂപ്പിയായിട്ട്. പിന്നെ പിടിച്ച് കിടത്തി ഉറങ്ങിയിട്ടുണ്ട്. ഞാനും അല്ലൂസും ആദിയും വാവയും കൂടാണ്, ഞങ്ങൾ 4 കൂടാണ് ഉറങ്ങുന്നത്. അങ്ങനെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യലോ അല്ലേ. ഓക്കെ, ബൈ, ടാറ്റ, സീ യു ലേറ്റർ.